അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുമ്പോൾ കാനഡയിൽ നിരവധി അനിശ്ചിതത്വങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പ്രീമിയേഴ്സ്, കാനഡയിലെ മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. അവർ പല തീരുമാനങ്ങളിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പോയി കണ്ട് ഡാനിയൽ സ്മിത്ത്, ആൽബർട്ടയുടെ പ്രീമിയർ, പല കാര്യങ്ങളും സംസാരിച്ചു. തീരുമാനങ്ങളൊന്നുമായില്ല. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കുറിക്കുന്നു കാനഡ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആയി മാറും എന്ന്. എന്നാൽ കാനഡയിലെ മുൻ പ്രധാനമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ഇതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് പല പ്രഖ്യാപനങ്ങളും ഈ ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി. ആദ്യമൊക്കെ ഇതൊരു തമാശയായിട്ടായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറി വരികയാണ്. ഇങ്ങനെയൊരു താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാനഡയിൽ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ഒണ്ടേരിയോയിൽ തന്നെ 5 ലക്ഷം ജോലികൾ വരെ നഷ്ടപ്പെടാം എന്നാണ് ഇപ്പോൾ ഡക്ഫോർഡ്, ഇവിടുത്തെ പ്രീമിയർ, പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് സമസ്ത മേഖലകളിലുമായിരിക്കും. നമുക്കറിയാം, ഇവിടെ നിന്ന് മിനറൽസ്, അലൂമിനിയം, അതോടൊപ്പം തന്നെ പെട്രോളിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇവയ്ക്കെല്ലാം ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ജനങ്ങളെ നന്നായിട്ട് തന്നെ ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രാൻസിഷൻ ടീമുമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ട് മാസങ്ങളായി. ആ ഒരു ടീമിനെ വിളിക്കുന്ന ടീം കാനഡ എന്ന് തന്നെയാണ്. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ പ്രതിനിധികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും പ്രധാനമന്ത്രിയുടെ വക്താക്കളും എല്ലാം ചേർന്നുള്ള ഒരു ടീമാണ് ഈ ടീം കാനഡ എന്ന് പറയുന്നത്. അവരൊക്കെ ചർച്ച ചെയ്തിട്ടും കാര്യങ്ങളിലൊന്നും ഇതുവരെയായിട്ടും തീരുമാനമായില്ല. അതിനാൽ പ്രീമിയേഴ്സും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു മറു താരിഫ് സംവിധാനത്തെ പറ്റി ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതേപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളെയും തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും എന്തെങ്കിലും ഇൻഫർമേഷൻസുകളും അല്ലെങ്കിൽ പല വാർത്തകളും ഒക്കെ നിങ്ങൾ കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും കുറിക്കാവുന്നതാണ്. കാനഡയും അമേരിക്കയും ദീർഘകാലങ്ങളായിട്ട് ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. നിരവധി സാധന സാമഗ്രികളാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. നിരവധി റെയർ എർത്ത് എലമെന്റ്സും അതോടൊപ്പം തന്നെ നിരവധി ഭക്ഷ്യവസ്തുക്കളും ഒക്കെ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്നും കാനഡയിലേക്കും വരുന്നുണ്ട്. ഇവിടുത്തെ ബോർഡർ അൺഡിഫെൻഡഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാരോ അതോടൊപ്പം തന്നെ വലിയ കമ്പിവേലികളോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. 2024 അവസാന പാദത്തിൽ കാനഡയിലെ തൊഴിലില്ലായ്മ ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു. 6.8% അത്. എന്നാൽ ഈ മാസം ഒരു ശുഭവാർത്തയുള്ളത് 6.7% അത് കുറഞ്ഞിരിക്കുകയാണ്. ഇമിഗ്രൻസിന്റെ ഇടയിൽ അതോടൊപ്പം തന്നെ കനേഡിയൻ യുവാക്കളുടെ ഇടയിലൊക്കെ ഇപ്പോഴും തൊഴിലില്ലായ്മ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കാൽഗറി, എഡ്മണ്ടൺ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും തൊഴിലില്ലായ്മ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ പുതിയ പുതിയ ജോലികൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ തൊഴിലില്ലായ്മ കുറഞ്ഞു നിൽക്കുന്നത്. ഇനി നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ PR-ലൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്കില്ലിങ്ങുകളിൽ കൂടിയും അതോടൊപ്പം തന്നെ പുതിയ പഠനങ്ങളിൽ കൂടിയും ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സിലൂടെയോ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൂടെയൊക്കെ ജോലികളിൽ പ്രവേശിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കാനഡയിൽ വന്നു കഴിയുമ്പോൾ കനേഡിയൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ചില ഇന്റേൺഷിപ്പുകളും വോളണ്ടിയറിങ്ങുകളും കോപ്പുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കനേഡിയൻ എക്സ്പീരിയൻസ് നേടിയെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കനേഡിയൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്ലോമ ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സേവനങ്ങൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. ഇവിടെയുള്ള സേവനങ്ങൾ പ്രധാനമായിട്ടും PR ഉള്ളവർക്ക്, കാനഡയിൽ എത്തിയിട്ടുള്ളവർക്കാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം PR നേടിയിട്ടുള്ളവർക്കാണെങ്കിലോ ഒക്കെ ഈ സേവനങ്ങൾ ഫ്രീ ആയിട്ട് നേടാവുന്നതാണ്. എല്ലാ വർഷവും നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ഉള്ളതാണ്. അതിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കണ്ടേ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഈ ക്രിസ്മസ് ട്രീയിൽ എത്ര നട്ട് ക്രാക്കേഴ്സ് ഉണ്ട് എന്നായിരുന്നു. അതിനുശേഷം ആളുകൾ അതിന്റെ ആൻസർ കമന്റ് ചെയ്യണമായിരുന്നു. പിന്നെ 2 ചാനലുകളുടെയും സബ്സ്ക്രിപ്ഷന്റെ സ്ക്രീൻഷോട്ട് അയക്കണമായിരുന്നു. ഈ നട്ട് ക്രാക്കർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇത് 2 എണ്ണമായിരുന്നു അതിലുണ്ടായിരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കുറച്ച് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുത്തത്. സമ്മാനം നേടിയിരിക്കുന്നത് അരുൺ CS ആണ്. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അരുണ് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ
ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇമെയിൽ അയക്കുക. അതിനുശേഷം $100 ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. കാനഡയിലെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ നല്ല തണുപ്പാണ്. പ്രത്യേകിച്ചും ഈ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ വിന്റർ അനുഭവപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ പോളാർ വോർട്ടെക്സ് എന്ന ഒരു പ്രതിഭാസം, അതായത് ഉത്തരധ്രുവത്തിൽ നിന്നും തണുത്ത കാറ്റ് താഴേക്ക് വരുന്നുണ്ട്. അതിനാൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. -9 മുതൽ -3 വരെയൊക്കെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എല്ലാവരും വെതർ ആപ്പൊക്കെ നോക്കിയ ശേഷം പുറത്തിറങ്ങുക. ഇനിയും തണുപ്പ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞ് പെയ്യുന്നുണ്ട്. അതിനാൽ വണ്ടിയിലുള്ള സേഫ്റ്റി സാധനങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാക്കറ്റും ഷൂസും എല്ലാ ദിവസവും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. എവിടെ യാത്ര ചെയ്യുമ്പോഴേക്കും പ്രിക്കോഷൻസ് എടുക്കുക. ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക. കാനഡ പോസ്റ്റിന്റെ നിരക്ക് വർധനയാണ് അടുത്ത വാർത്ത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ തുടരുകയായിരുന്നു. അവരുടെ എംപ്ലോയീസുമായിട്ടുള്ള പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് അവർക്ക് ലഭിക്കുന്നത് മെയിലാണ്. കാനഡ പോസ്റ്റ് നഷ്ടത്തിലാണ് തുടരുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടി അവർ 25% വർധനവാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കാനഡ പോസ്റ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ₹1 സ്റ്റാമ്പ് ഇപ്പോൾ 1.25 റേറ്റ് ആയിരിക്കുന്നത്. കാനഡ ഒണ്ടേരിയോയിലെ ചില ലോക്കൽ ന്യൂസുകളൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇവിടെ പ്രത്യേകിച്ചും ടൊറന്റോയിൽ ഒരു ടാക്സ് വർധനവ് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഹൗസ് പ്രോപ്പർട്ടി ടാക്സ് ആണ് കൂടിയിരിക്കുന്നത്. 6.9% ഈ വർഷം നിരക്ക് കൂടിയിരിക്കുന്നത്. $200 അധിക ചെലവ് ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ നിരക്ക് വർധനവ് എന്തിനാണ് നടത്തിയതെന്ന് പലരും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മേയറായിട്ടുള്ള ഒളിവിയ ചോ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ ലഞ്ച് പ്രോഗ്രാമിലേക്കും പിന്നെ സുരക്ഷാ കാര്യങ്ങളിലേക്കും ഒക്കെയാണ് ഈ ഫണ്ട് പ്രധാനമായിട്ടും പോവുക എന്നുള്ളത്. ഇനി കൂടുതലായിട്ട് പോലീസ് റിക്രൂട്ട്മെന്റ് പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കമ്മ്യൂണിറ്റി സർവീസ് വർക്കിൽ ജോലി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ചും PR ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു കോഴ്സ് ഉണ്ട്. അതിന്റെ പേരാണ് കമ്മ്യൂണിറ്റി സർവീസ് വർക്കർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പോലീസിന്റെ സേവനമായിട്ടുള്ള 911 സർവീസിലോ ഒക്കെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഈ ഡിപ്ലോമ ചെയ്താൽ മതിയാവും. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് PSW പഠിക്കാനുള്ള പല ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും PR ഉള്ളവർക്കും സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ നിന്നും നേടാവുന്നതാണ്. കാനഡയിലെ ഇമിഗ്രേഷൻ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പുതുവർഷത്തിൽ 1350 അപേക്ഷകർക്ക് കാനഡ ഇൻവിറ്റേഷൻ നൽകിയിരിക്കുകയാണ്. എക്സ്പ്രസ് എൻട്രി ആണ് ലഭിച്ചിരിക്കുന്നത്. ഹയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് എൻട്രി CRS സ്കോർ തന്നെയാണ്. 542 സ്കോർ. ഇപ്പോഴും പലരും ആ സ്കോറിലോട്ട് എത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ആഴ്ച ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ തന്നെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവ് സെഷനിൽ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നടത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പല പോളിസികളിലും മാറ്റങ്ങൾ വന്ന ഒരു വർഷമായിരുന്നു 2024 എന്നുള്ളത്. ഇപ്പോൾ പല ചേഞ്ചുകളും അനൗൺസ്ഡ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും നമുക്കതിൽ പറയാം എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും കാനഡയിലെ കെയർ വർക്കർ അല്ലെങ്കിൽ നാനി വിസ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിൽ കൂടെ നിരവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെയുള്ള കൊച്ചുകുട്ടികളെ നോക്കുന്നതിനോ അല്ലെങ്കിൽ പ്രായമുള്ളവരെ നോക്കുന്നതിനോ ഒക്കെ ഹോം സപ്പോർട്ട് വർക്കേഴ്സ് ആയിട്ടാണ് അവരിവിടെ വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു PR പ്രോഗ്രാം തന്നെ ആയിരുന്നു എന്നാണ് ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വന്ന ശേഷം ഒരു 2 വർഷത്തെ വർക്കിന് ശേഷമാണ് ഇവർ PR വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡിയാവുന്നത്. ഈ കഴിഞ്ഞ വർഷം ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം മറ്റു രീതിയിലേക്ക് മാറ്റും എന്നുള്ളത്. അതായത് നേരിട്ട് ഇവിടെ PR വരുന്ന ഒരു സംവിധാനത്തിലോട്ട് പൈലറ്റ് പ്രോഗ്രാമിനെ മാറ്റുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പഴയ പ്രോഗ്രാമുമായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഈ ദിവസങ്ങളിൽ വന്നിട്ടില്ല. ആയതിനാൽ പല ആളുകളും ഇപ്പോൾ ഒരു വലിയ ട്രബിളിൽ തന്നെയാണ്. കെയർ വർക്കേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ അവർ വിഷമത്തിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം CBC റേഡിയോയുടെ ഒരു റിപ്പോർട്ടിൽ ഞാൻ പല കാര്യങ്ങളും കേൾക്കുകയുണ്ടായിരുന്നു. ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ഒരു അമ്മ അവര് ഇവിടെ കുട്ടികളെ നോക്കുകയായിരുന്നു. അവരുടെ മക്കളൊക്കെ നാട്ടിൽ തന്നെയാണ്. ഇവിടെ നിന്ന് പൈസ അയച്ചിട്ട് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നടത്താൻ വേണ്ടിയുള്ളത്. എന്നാൽ അവർ ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം PR ലഭിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നില്ല. അത് കെയർ ഗിവർ വർക്കർ
പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കെയർ ഗിവേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാര്യങ്ങൾ cac.gc.ca-യിൽ നോക്കി മനസ്സിലാക്കിയ ശേഷമേ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് സ്റ്റഡി വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സർവീസുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ വർക്ക് പെർമിറ്റോ, കെയർ വർക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അഡ്വൈസുകളോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് നൽകുന്നില്ല. അത് കാരണം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന സൈറ്റാണ് cac.gc.ca എന്നുള്ളത്. എന്നാൽ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കുണ്ടെങ്കിലും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൺസൾട്ടന്റ് നെറ്റ്വർക്കിലേക്ക് നിങ്ങളെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാനഡയിൽ സെക്കൻഡ് കോഴ്സ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകാവുന്നതാണ്. കാനഡയിൽ എത്തിയ 20,000 കുട്ടികളെ കോളേജുകളിൽ നിന്നും കാണാനില്ല എന്നുള്ളൊരു വാർത്ത പല മാധ്യമങ്ങളിലും ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവം? അതായത് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം മുങ്ങുന്ന പരിപാടിയാണിത്. നോ ഷോ. അങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടി ഇന്ത്യയിൽ നിന്നും ഏകദേശം 20,000 കുട്ടികൾ മറ്റ് മേഖലകളിലേക്ക് കടന്നിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇല്ലീഗലായിട്ട് തുടരുകയോ ചെയ്യുകയാണ്. നമുക്കറിയാം നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി ആദ്യം ഒരു ഓഫർ ലെറ്റർ എടുക്കുന്നു, അതിനുശേഷം സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ വന്ന ശേഷം വിത്ഡ്രോ ചെയ്യുന്നു, പൈസ കോളേജിൽ നിന്ന് വാങ്ങുന്നു, പിന്നെ മറ്റു പരിപാടികൾക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 50,000 പേരാണ് നോ ഷോ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ടവർക്ക് മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. കാരണം നമുക്കറിയാം പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി ഒരു പാത്വേ ആയിട്ട് മാത്രമാണ് പല ആളുകളും കാനഡയിലെ വിവിധ പ്രോഗ്രാമുകളെ കാണുന്നത്. അതിനാലാണ് ഇങ്ങനെയുള്ള ഇമിഗ്രേഷൻ പോളിസികളിൽ പോലും ആകെ മൊത്തം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പഠിക്കാൻ വരുന്നവർ പഠിക്കുക തീർച്ചയായിട്ടും. പഠിച്ച ശേഷമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ജോലികൾ ലഭിക്കുകയുള്ളൂ. അല്ലാതെ കാനഡയിൽ വന്നെന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. കഠിനാധ്വാനം ചെയ്യുകയും സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ജോലി തരികയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ നല്ല വഴികളിലൂടെ നമുക്ക് തിരിക്കാം. അടുത്ത ആഴ്ച നിരവധി വാർത്തകൾ ഉണ്ടാവും. പ്രത്യേകിച്ചും ട്രംപ് അധികാരത്തിലേറുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു ഐഡിയ കിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ലൈവ് സെഷൻ വെള്ളിയാഴ്ച നടക്കുന്നുണ്ട്. എല്ലാവരും കമന്റുകളൊക്കെ താഴെ കൊടുത്തേക്ക്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി നമുക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെ തീർച്ചയായിട്ടും ക്ഷണിക്കുന്നതാണ്. അദ്ദേഹം അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹവും തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് സെഷനിൽ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗിവ് എവേയിൽ സമ്മാനം ലഭിച്ചയാൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ എഫേർട്ടിനെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഗിവ് എവേയിൽ പങ്കുചേർന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്ത വർഷം നിങ്ങൾക്കും സമ്മാനം ലഭിക്കും. നമ്മുടെ ഗിവ് എവേ എല്ലാ വർഷവും ഇങ്ങനെ തുടരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ വീഡിയോകളും ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. എല്ലാവരെയും വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.